ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിരസം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി കണ്ടാലോ? വീഡിയോയിലോട്ട് പോവാം. ഞാനിവിടെ ഒരു 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂൺ തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഗരം മസാലയുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം പട്ട, 2-3 ഗ്രാമ്പൂ, ഒരു ഏലക്കായ തൊലി കളഞ്ഞിട്ടാണ് എടുത്തത്. കുറച്ച് പെരുംജീരകവും എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കാഷ്യൂ നട്ട്സും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 2 ചെറിയ സവാളയാണ്, അതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പം സവാള നന്നായിട്ടൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 മീഡിയം സൈസുള്ള തക്കാളി അരച്ചതാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ എരിവിന് ആവശ്യത്തിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടേബിൾ സ്പൂൺ സാധാരണ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടിയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം. ഇത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനിയും നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണോളം ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ പാകത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് കൂട്ടിയും കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്. അത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് മസാലയായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം എടുത്തത്. അപ്പോൾ ഇവിടെ 4.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പേ നമുക്ക് കയ്യിൽ സോയാബീനോ അല്ലെങ്കിൽ ഗ്രീൻ പീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് സോയാബീനാണ് ചേർത്ത് കൊടുത്തത്. അതുപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 4.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് ഇത് അടച്ച് വെച്ചൊന്ന് ഒരു വിസിൽ വരുന്നവരെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അതിന് മുമ്പേ 1/2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളവും ഒക്കെ കറക്റ്റായിരുന്നു, അടിക്ക് പിടിച്ചിട്ടൊന്നുമില്ല. അല്ല, കറക്റ്റ് പാകത്തിന് നമ്മുടെ തക്കാളി ചോറ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഉച്ചയ്ക്കൊക്കെ ഒരു 3 കൂട്ടും 4 കൂട്ടും കറിയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഈ ഒരു റൈസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചോറും പണിയും ഒക്കെ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയ റെസിപ്പീസും പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.